ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ്, ഞങ്ങളുടെ നെയ്ബറായിരുന്നു ഈ പെൺപിള്ള. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാരെന്നാണ് ഇവരന്വേഷിച്ചു. അന്നത്തെ ആ കേസില് ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് ഇവര്. പക്ഷെ ഇവര് ഉടായ്പ സ്ത്രീയായിരുന്നു ഒന്നോട്ടെ. ഇവരാ പിമ്പാണെന്ന് പറയാം, പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. അപ്പൊ നമ്മുടെ മിനു മുനീർ ചേച്ചി പുള്ളിക്കാരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങ് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. പുട്ടില് തേങ്ങ ഇടുന്ന പോലെ എങ്ങനെ പ്രമുഖന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കലാണ് പുള്ളിക്കാരന്റെ പണി അല്ലെ. മുകേഷിൽ നിന്നും തുടങ്ങിയ പുള്ളിക്കാരന്റെ ആ ചൈത്ര യാത്ര ഇന്നിപ്പോ ബാലചന്ദ്ര മേനോനിൽ അവസാനിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ചേച്ചിയുടെ ലിസ്റ്റിൽ ഒരു 10-15 ആൾക്കാരായി കഴിഞ്ഞു. ഭാവിയിൽ ഇനി അത് നീളാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുള്ളിക്കാരി അവസാനം ബാലചന്ദ്ര മേനോനെതിരെ ഉന്നയിച്ചത് അല്ലെ. എന്താണ് പുള്ളിക്കാരി ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞത്? തന്നെ ഒരു ദിവസം രാത്രി 1 മണിക്ക് ബാലചന്ദ്ര മേനോൻ തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. അന്നേരം അവിടെ 3 പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബാലചന്ദ്ര മേനോനെയാണ് താൻ കണ്ടത് എന്നുള്ളതാണ് മിനു മുനീർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണം എന്താ അറിയോ, ഒരേ സമയം 3 പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രമുള്ള പുള്ളിക്കാരന്റെ കപ്പാസിറ്റിനെ കുറിച്ചാണ്. ഇനിയിപ്പോ പുള്ളിക്കാരൻ വലിയ ശക്തിമരുന്ന് എങ്ങാനും കുടിക്കുന്നുണ്ടോ? ഇനിയിപ്പോ മറ്റേ ആ ആമിന സേവർ ആണ് ഇതിന് പിന്നിലുള്ള രഹസ്യം. എന്തരോ ഏതോ. എന്നെ ഏറ്റവും ചിരിപ്പിച്ചത് അതല്ല, പുള്ളിക്കാരൻ ആരോപണം ഉന്നയിക്കുന്ന സമയത്തുള്ള ആ സംസാരത്തിന്റെ ടോണാണ്. ഞാൻ മുറിയിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ് 3 പെൺകുട്ടികളുമായി മാറി മാറി ഇന്റർകോഴ്സ് ചെയ്യുന്ന ബാലചന്ദ്ര മേനോനെയാണ്. എന്തോ എക്സിബിഷനിലൊക്കെ പോയി അത്ഭുത കാഴ്ച കണ്ട പോലെയാണ് മറ്റുള്ള സംസാരം. ഉള്ളത് പറയാലോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കളിച്ച് ചിരിച്ച് തമാശയായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിക്കുന്ന ഒരു മനുഷ്യത്തിനെ കാണുന്നത്. സാധാരണ എല്ലാവരും ഒരു ട്രോമ പോലെയാണല്ലോ സംസാരിക്കുക, ഇത് നേരെ തിരിച്ചാണ്. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് അല്ലെ. എന്തായാലും ബാലചന്ദ്ര മേനോനെതിരെയും കൂടി ആയപ്പോ മറ്റുള്ളവരെ പോലെ ബാലചന്ദ്ര മേനോൻ അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ എന്താക്കി നേരെ പോയി അങ്ങ് മിനു മുനീറിനെതിരെ കേസ് കൊടുത്തു. മിനു മുനീറിനെതിരെ മാത്രമല്ല, മിനു മുനീർ കുറച്ച് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാനലുകൾക്കെതിരെയും കേസ് കൊടുത്തു എന്നുള്ളതാണ്. ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ആ ന്യൂസ് നമുക്കൊന്ന് കണ്ടോക്കാം. 2 പരാതികളാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ഒന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പരാതിയിലാണ് പറയുന്നത്, ഈ ആലുവ സ്വദേശിയായിട്ടുള്ള നടി പല നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിച്ച നടി കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്കെതിരെയും കമ്മിങ് സൂൺ എന്ന രീതിയിൽ ധ്വനിപ്പിച്ചുകൊണ്ട് തനിക്കെതിരെയും ചില ആരോപണങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അതിന് പിന്നാലെ അവരെ ചില യൂട്യൂബ് മാധ്യമങ്ങൾ ചെന്ന് കണ്ടു, യൂട്യൂബർമാർ ചെന്ന് കണ്ടു. മാധ്യമങ്ങൾ അവരോട് അഭിമുഖം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹത്തെ ഈ ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടുത്തുന്ന അത്തരം സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു അഭിമുഖം ഒട്ടാകെ. അതിൽ കേസെടുക്കണം, തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ശ്രമമാണ്, ബ്ലാക്ക് മെയിലിംഗിന്റെ തുടർച്ചയാണ്, തന്നിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു ബ്ലാക്ക് മെയിലിന്റെ തുടർച്ചയാണ് ഈ അഭിമുഖം എന്നാണ് ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയിൽ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ IT ആക്ട് പ്രകാരം യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ലിങ്ക് അടക്കം ഏതൊക്കെ യൂട്യൂബർമാർ അടക്കമാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. പക്ഷേ അവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടല്ല ഇപ്പോൾ FIR പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തി അവരുടെ മേൽവിലാസം അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും FIR ഇടുന്ന കാര്യത്തിൽ, FIR-ൽ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ കാക്കനാട്ടെ സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിരുന്ന കാര്യം ഉറപ്പാണ്. IT ആക്ട് പ്രകാരമാണ് കേസ്. ഇത്തരം ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ബാലചന്ദ്ര മേനോൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ഒരു പരാതി നൽകിയത്. അതിൽ പ്രധാനമായും ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുന്നു, അതിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്ന രീതിയിൽ സംസാരം ഉണ്ടായെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അതിനെതിരെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തുടർ നടപടിയും ഈ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അല്ലെ. എന്തായാലും പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കാൻ അവസരം കൊടുത്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തത് നന്നായെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പുള്ളിക്കാർക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള വേദി കൂടെ ഒരുക്കി കൊടുക്കുന്നത് ഇവരാണല്ലോ. ശരിക്കും ഇതൊക്കെ മൈൻഡ് ചെയ്യാണ്ടിട്ടുണ്ട് കേസായിരുന്നു, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവരെ പോലുള്ള ചാനലുകൾ തന്നെയാണ് മിനു മുനീറിനെ പോലുള്ള ആൾക്കാരെ വളർത്തുന്നത്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ഉണ്ടാവും, നീയും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, മിനു മുനീറിന്റെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്തവരെ വളർത്തല്ലേ ചെയ്യണം എന്നുള്ളത്. ഞാനെപ്പോഴാണ് സുഹൃത്തുക്കളും മിനു മുനീറിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്? ഇവരുടെ അഭിമുഖങ്ങളും കഴിഞ്ഞ് വാർത്തകളും കഴിഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാറ്. അതല്ലാണ്ട് ഞാനായിട്ട് എവിടെയും മിനു മുനീറിന്റേതായ കണ്ടന്റ് പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ ദയവ് ചെയ്ത് അതും പറഞ്ഞ് എന്നെ വെക്കിട്ട് വരാൻ നിൽക്കണ്ട. എന്തായാലും മിനു മുനീറിന്റെ അഭിഭാഷകൻ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാലചന്ദ്ര മേനോൻ വാദിക്കുന്നത് അല്ലെ. ഇത്രയൊക്കെ അയച്ചിരിക്കും മിനു മുനീറിന്റെ അഭിഭാഷകൻ മനോരമ ന്യൂസിന് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും കേട്ടോക്കാം. 13-ാം തീയതി വ്യക്തമായി പറയാം, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഈ 3 നടിമാര് 154 സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി കോടതിയിൽ കൊടുത്തു. അയാളൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ഫോൺ എടുത്തു എടുത്തിട്ട് പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുള്ള വല്ലതും ചെയ്തോളാൻ പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഉറങ്ങണ്ടല്ലോ. ഇപ്പൊ എന്തിനും ഉറങ്ങുന്നത്? ഇത്രയും ആൾക്കാരെ പീഡിപ്പിച്ച് ഇത്രയും പേരുടെ ജീവിതം പാഴാക്കിയിട്ട് ഇയാളത്ത് ഞാൻ പൈസ ആവശ്യപ്പെടാനായിട്ട് ഞാൻ അത്രയും വലിയ മണ്ടനാണ്. ഞാൻ അറിയപ്പെടുന്ന ഒരു വക്കീൽ കുടുംബത്തിലുള്ളതല്ലേ.
ഇയാളുടെ പൈസ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താൻ പണം ആവശ്യപ്പെട്ടിട്ടില്ല. 3 പെൺകുട്ടികൾ താങ്കൾക്കെതിരെ ആരോപണവുമായി വരാൻ സാധ്യതയുണ്ട്, ഒന്ന് കരുതിയിരിക്കുക എന്ന് മാത്രമേ ബാലചന്ദ്ര മേനോനോട് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അഭിഭാഷകൻ പറയുന്നത് അല്ലെ. പക്ഷെ ആദ്യം വിളിച്ചത് ബാലചന്ദ്ര മേനോന്റെ ഭാര്യയാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അല്ലെ. അതിനാവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരനുമായിട്ടുള്ള പ്രശ്നം പുള്ളിക്കാരനായിട്ട് തീർത്ത പോരെ, എന്തിനാണ് ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കൊന്നും അതങ്ങ് പറഞ്ഞ് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ബാലചന്ദ്ര മേനോന്റെ പരാജയം പൂർണ്ണമായി നിഷേധിക്കുന്ന രീതിയിലാണ് അഭിഭാഷകന്റെ സംസാരം അല്ലെ. പിന്നെ മിനു മുനീറിന്റെ അഭിഭാഷകനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. മിനു മുനീർ തന്നെ എന്നൊന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന വ്യക്തിയാണ്. മുകേഷിനെതിരെ അങ്ങനെ ആയിരുന്നല്ലോ, തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ആദ്യം പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരി വന്ന് പറഞ്ഞതാണ് മുകേഷിൽ നിന്ന് താൻ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ വക്കീലായതുകൊണ്ട് പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബാലചന്ദ്ര മേനോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. പക്ഷെ മറിച്ചാണെങ്കിൽ തക്കതായ ശിക്ഷ മിനു മുനീറിനും കൊടുക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തിന് ഏറ്റവും വലിയൊരു ലൂപ്പ് ഹോളാണിത്. അതായത് ഇന്ത്യ ശിക്ഷാ നിയമപ്രകാരം നമ്മൾ ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുന്ന സമയത്ത്, ആ പരാതി കോടതിയിൽ എത്തുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടത് പരാതി കൊടുത്ത വ്യക്തിയുടെ കടമയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ വീട്ടിൽ നിന്നൊരു സാധനം മോഷണം പോയി, ഇന്ന ആളെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അവിടെ ആ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്തുള്ള ആളെ എന്റെ സാധനം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അപ്പുറത്തെ ആളെന്താക്കും, നിരപരാധിയായിട്ട് വിട്ടയക്കും. ഇത് ഏത് പരാതി എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ലൈംഗിക പരാതി കൊടുക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. ഒരാൾക്കെതിരെ ലൈംഗിക പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ഉന്നയിക്കപ്പെട്ട വ്യക്തിന്റെ കടമാണ് പിന്നീട് താൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടി എനിക്കെതിരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. അതിനെനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചവനായി മാറി എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ലൂപ്പ് ഹോളാണ്. പലരും ഇത് മുതലെടുത്തുകൊണ്ട് ഒരുപാട് വ്യാജ പരാതികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആരുടെങ്കിലും എന്തെങ്കിലും വിദ്വേഷം വന്നു കഴിഞ്ഞാണെങ്കിൽ സുഖല്ലേ, അങ്ങ് പോയി ലൈംഗിക പരാതി കൊടുത്തു കഴിഞ്ഞാൽ മതി. തന്നെ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് പോലും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പുറത്തുള്ള ആള് പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നവരെ. മാത്രവുമല്ല ഒരു പെണ്ണിന് ആണിനെതിരെ ലൈംഗിക പരാതി കൊടുക്കാൻ പറ്റും, പക്ഷെ നേരെ തിരിച്ചു ഇവിടെ നിയമമില്ല. ഒരു ആണിന് പെണ്ണിനെതിരെ അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടെ ശരിക്കും മുതലെടുക്കപ്പെടുന്നത്. ഇപ്പൊ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ നിർഭയ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിർഭയക്ക് ശേഷം വരുന്ന 70% പീഡന കേസുകളും ഫേക്ക് കേസുകളാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല, ഡൽഹി കോർട്ട് പറഞ്ഞതാണ്. നമ്മൾ മുമ്പൊരിക്കൽ അതിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ നടത്തിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഇവിടെ മുതലെടുക്കപ്പെടുന്നത്. ശരിക്കും മുതലെടുപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ഭേദഗതികൾ വരുത്തേണ്ടത്, ഇല്ലെങ്കിൽ അത് വൻ അപകടത്തിലേക്കായിരിക്കും കൊണ്ടു ചെന്ന് എത്തിക്കുക. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മിനു മുനീറിന്റെ നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തി മിനു മുനീറിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് അത് പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്ക് നല്ല ആ വോയിസ് ഒന്ന് കേട്ടോക്കാം. ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ്, ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺവിള, ഈ സ്ത്രീ. ഇത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു. ഞങ്ങൾ ആർമിയുടെ ഫ്ലാറ്റ്, ഹൈക്കോടതി മറൈൻ ഡ്രൈവിലെ ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി. ബ്രോ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, സന്തോഷ് മാധവൻ കേസ് ഒന്ന് അടിച്ചു നോക്കിയ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട്. അത് ഭയങ്കര വിവാദമായതാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാർ വന്നാണ് ഇവരന്വേഷിച്ചു. അന്നത്തെ ആ കേസിൽ ഈ സ്ത്രീ ഞങ്ങൾ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് ഇവര്. പക്ഷെ ഇവര് ഉടായ്പ സ്ത്രീയായിരുന്നു നിന്നോട്ടെ. ഇവരെ പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസ് പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത്, ഇവര് വന്നിരുന്ന് നിങ്ങൾ പുണ്യാളത്ത് ചമയുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിന് ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ. ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കണം എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരുടെ ഇതുപോലെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ. ഒരെണ്ണം ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സന്തോഷ് മാധവൻ ആരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഒരു കാലത്ത് കേരളത്തിൽ വിറപ്പിച്ചൊരു സ്വാമിയായിരുന്നു അല്ലെ. മന്ത്രങ്ങൾക്കും പൂജകൾക്കും പിന്നിൽ സെക്സ് റാക്കറ്റുമായി നടന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ലെ. പുള്ളിക്കാരൻ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വന്ന വാർത്തകൾ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ മരിച്ചു അല്ലെ. മരിച്ച സമയത്ത് പുള്ളിക്കാരനെ കുറിച്ച് ബ്രീഫായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ സന്തോഷ് മാധവന് സ്ത്രീകളെ കാഴ്ചവെക്കുന്ന പരിപാടിയായിരുന്നു മിനു മുനീറിന് എന്നുള്ളതാണ് ഇവിടെ നെയ്ബർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇവർ ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് കളവുണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ പറയുന്നത് സത്യമാണെങ്കിൽ മിനു മുനീറിന്റെ ആ ഗഡ്സ് ഞാൻ അങ്ങ് സമ്മതിച്ചെന്ന്. കാരണം ഇങ്ങനെ പുട്ടിന് തേങ്ങടുന്ന പോലെ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് വരുന്ന സമയത്ത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അപ്പുറത്തെ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാവുമെന്നുള്ള കാര്യം പുള്ളിക്കാരന്റെ മനസ്സിലുണ്ടാവല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പുള്ളിക്കാരി കാണിച്ച മനസ്സ് അധികം ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ടാണ്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.